പ്രൈസ് ടു ജീസസ്. ഓർത്തു നോക്കുമോ, ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും, രട്ടഴിച്ചു സന്തോഷമുടുപ്പിച്ചതും, നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയിട്ടോർത്താൽ, ഹല്ലേലൂയ, മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നു പോയപ്പോൾ, എത്രയോ അനർത്ഥങ്ങൾ നമ്മളെ തകർക്കുവാൻ നോക്കിയപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിച്ചതിന് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. 2026 ചില അസാധാരണമായ ഫേവറുകൾ വെളിപ്പെടുന്ന വർഷമാണ്. ചില അസാധാരണമായ സൂപ്പർ നാച്ചുറൽ ദൂരയാത്രകൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളെല്ലാം ലാഭമാകുന്ന വർഷമാണ് 2026. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും വെട്ടിലും ഒക്കെ തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരുന്ന വർഷമാണ് 2026. 2 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൽ ദാവീദ് എന്ന് പറഞ്ഞ ആ രാജാവിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ ശൗലിൻ്റെ കൊച്ചുമകനായ അഥവാ യോനാഥാന്റെ മകനായ 2 കാലും മുടന്തുള്ളവനായ മെഫിബോശെത്തിന്റെ മേൽ അസാധാരണമായ ഫേവർ വെളിപ്പെടുവാനിടയായി തീർന്നു. മെഫിബോശെത്ത് താമസിച്ചിരുന്ന ലോബേദാറിലാണ്. ലോബേദാർ എന്ന് പറഞ്ഞാൽ ചവറ്റുകൂനി എന്നാണ് അർത്ഥം. എന്നാൽ ആർക്കും കൊള്ളാത്ത ചവറ്റുകൂനിയിൽ കിടന്നവനെ ദാവീദിന്റെ രാജകുമാരന്മാരോടുകൂടെ കൊട്ടാരത്തിൽ പന്തിഭോജനത്തിന് അഥവാ ഭക്ഷണമേശയിൽ ഇരിക്കത്തക്കവണ്ണം കൊട്ടാരത്തിൽ താമസിക്കത്തവണ്ണം അസാധാരണമായ ഫേവർ ശൗലിന്റെ മകനായ മെഫിബോശെത്തിന് ഉണ്ടാകുവാനിടയാത്തിരുന്ന പോലെ 2026 നമ്മുടെ യോഗ്യതകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ ഫേവർ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത പൊസിഷനിൽ ദൈവം നിങ്ങളെ ആത്മീയ തലങ്ങളിൽ ഉയർത്തുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് ഇത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയും. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സകലതും ചെയ്യാൻ സാധ്യമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന വർഷമാണ് 2026. ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന വർഷം. കുരുടന്മാർ കാണും, ചെകിടർ കേൾക്കും, ഊമർ സംസാരിക്കും, മുടന്തർ നടക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കൃപാവരങ്ങളുടെ ശുശ്രൂഷയോടുകൂടെ ഹല്ലേലൂയ പ്രവാചകന്മാർ രംഗത്ത് വരുന്ന വർഷമാണ് 2026. അതിനായി നമ്മളെല്ലാവരും ദൈവം ഉപയോഗിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.